ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നവർക്കാണ്. പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത്, അവാർഡല്ല കൊടുക്കേണ്ടത്. അവാർഡ് കലാകാരന്മാർക്ക്. ആ ഒരു അവാർഡിന്റെ പേരിലാണ് അവന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള മൈലേജ്. അവന് കുറെ കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. കർഷകന് അവനുണ്ടാകുന്ന ഫലത്തിന് കാശും, കലാകാരന് അവാർഡും. അതാണ് ശരി. അല്ലാതെ IPS ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഈ ഒരു തോന്നലുകളൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച്, ഞാൻ പറഞ്ഞ ചേട്ടൻ അന്ന് തന്ന ഒരു പ്രോത്സാഹനം. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ പടങ്ങൾ കഴിയുമ്പോഴും, അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു, ഒരു ആക്ടറിന് അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും, ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറെ പേർക്ക് അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും എന്നൊക്കെയാണ് പറയാൻ. ആളുകൾ എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും, മുന്നത്തെ ഷൈൻ ടോം ചാക്കോ അല്ല, ഒരുപാട് മാറി. അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ്, അടിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ചപ്പോ അല്ലേ? ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ. അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു. അതിനാരും ഉത്തരവാദിത്വം പറയുന്നു? ഈ പറയുന്ന നിയമങ്ങളും നിയമവീടങ്ങളും അതിനൊരു ഉത്തരം തരുമോ? ഇവിടെ അകത്ത് കിടക്കുന്നവരാണെങ്കിലും പുറത്ത് കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും നിരപരാധികളുമാണ്. ഒരിക്കകത്ത് കടന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും നേരെയാവാനുള്ള ഒരു അവസരം പോലും സമം കൊടുക്കില്ല. വീണ്ടും ഒരു IPS കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു, ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിലെ വലിയ ആള്? ഏത് പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടു, അതിന് ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ എന്തിനാണ് പനിഷ്മെന്റ്? ഒരാളൊരു കുറ്റം ചെയ്ത് പനിഷ്മെന്റ് കിട്ടി പുറത്തു വന്ന് നന്നാവുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ പനിഷ്മെന്റ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ നന്നാവുമ്പോ പറയാ ഇവനൊക്കെ എന്തിനാ നന്നായതെന്ന്. അങ്ങനെയുള്ളവർ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ കുറയാ? ഞാൻ വെറുതെ തമാശക്ക് പറയും, കസ്റ്റമർ ഇസ് ദ കിങ്. സോ കുറ്റങ്ങൾ ചെയ്ത് കോടതിയിൽ വരുന്നവരാണോ കസ്റ്റമർ? ആണോ? ഹൂ ഇസ് ദ കസ്റ്റമർ ഇൻ കോർട്ട്? എന്നെ സംബന്ധിച്ചൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആൻസർ ആണ് പറയേണ്ടത്. പക്ഷെ ഷൈൻ, എനിക്ക് തോന്നുന്നു ഷൈൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇടയ്ക്ക് സംസാരിച്ചില്ല. വേദി ഓപ്പൺ ആയിട്ട് സംസാരിച്ചല്ലോ. ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങള്, എൻ്റെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ നമ്മൾ ഈ പടത്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. സോറി. അപ്പൊ സോജൻ എൻ്റെ അടുത്ത്, ഞാനും സോജനും തമ്മിൽ ഇതിനു മുന്നേ കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട്, ഇത് സോജന്റെ രണ്ടാമത്തെ ചിത്രമാണ്. അതിനുശേഷം സോജനിൽ വന്ന മാറ്റം, ലുലു ഫാഷൻ വീക്ക് ഡയറക്ട് ചെയ്യുന്നു. അതിലും അതിശയിപ്പിച്ചത് സോജന്റെ മകൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഗ്രീൻ സോജനേക്കാൾ സ്മാർട്ടായി ഒരു പക്ഷെ, അല്ലേ? ഇത്രയും വലിയൊരു മകളുണ്ടെന്ന് ഞാൻ എപ്പോഴാ അറിയണം. ഇന്ന് ഇന്ത്യയിൽ എത്രാമത്തെ റാങ്കാണ് MBക്ക്? അല്ല, VP എത്രാമത്തെ റാങ്ക? 10 റാങ്ക് കിട്ടി. വിദേശ അല്ല 10 തള്ളണതാണ്. അപ്പോ എൻ്റെ കൂടെ ദസറയിലുണ്ടായിരുന്ന, എൻ്റെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാനാൽ വധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു മലയാള പടം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മലയാള പടത്തിൽ അഭിനയിക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? മലയാളം അറിയില്ല, എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, തെലുങ്കും അറിയില്ല. തെലുങ്കിൽ ആകെ അറിയണ ఆడు నీకు సూరిగా నచ్చి పెళ్లి చేసింది, నేను పెళ్ళైన రాత్రి సీర చూడముడలేదు ఎవళ్ళు గొప్ప. അത് ഐ ആം ടോക്കിംഗ് അബൌട്ട് യുവർ ക്യാരക്ടർ. ఆడు నీకు సూరిగా నచ్చి పెళ్లి చేసింది, പെടലേന രാത്രി ചീര ചൂടമുള്ളേന. അതായത് കീർത്തിയുടെ സാരിത്തുമ്പ് തൊടാൻ അനുവദിച്ചില്ല എന്ന് തന്നെ. അതിനു മുന്നേ എപ്പോഴും ഗൊപ്പ. ഞാൻ എൻ്റെ മഹത്വത്തിനെ കുറിച്ച് പറയാണ്.
ആരുടെ അടുത്ത്, കീർത്തിയുടെ അടുത്ത്. ആ ഒരു ഡയലോഗാണ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നുള്ളൂ കറക്റ്റായിട്ട്. പിന്നെ ദേവരയിൽ അധികം ഡയലോഗും ഇല്ല. അപ്പോ പിന്നെ ദർശനായിട്ട് ഒരു പടം ചെയ്തിരുന്നു, ഹിമാചലിൽ കിടന്നിട്ട് അല്ലേ, അയൽ എന്ന് പറഞ്ഞൊരു ചിത്രം, ഞാനും ആനും മുരളിച്ചേട്ടനൊക്കെ. അപ്പോ ഇത് സിനിമയില് ആത്മാവുള്ള കഥ എന്ന് പറയില്ലേ, അതേപോലെ ഒരു ആത്മാവിനെ പറ്റിയിട്ടാണ് ഈ ചിത്രം. ബാക്കിയെല്ലാം എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ ജോ ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ. അപ്പോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. അവൻ എന്തൊക്കെയാണ് എനിക്ക് ഇതിലെ പടക്കൊപ്പുകളുമായി വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവര് നേരത്തെ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് സോജനും ജോഗുണ്ടൊക്കെ. അപ്പൊ ഞാൻ ജോഗുന്റെ അടുത്ത് ചോദിക്കും, ആ ജോഗുട്ട് എന്താണ് കഥ, എന്താണ് ഐഡിയ? അപ്പൊ അവൻ പറയും നല്ല പരിപാടിയാണ്. പിന്നെ ആ സോജനോട് പറഞ്ഞു നമുക്കൊന്ന് ഇരിക്കണം. ഞാൻ നേരത്തെ ചോദിക്കാത്ത എന്താന്ന് പറഞ്ഞാൽ, നേരത്തെ ചോദിച്ചിട്ട് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആവാതിരിക്കുക അല്ല അല്ലേ, അതിനോടനുബന്ധിച്ച് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഇന്നു മുതൽ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങും. സന്തോഷേട്ടൻ ക്യാമറ ചെയ്യാൻ വരുന്നുണ്ട് എന്ന് കേട്ട് കുറെ കാലമായി പറയണം, സന്തോഷേട്ടൻ വരും, സന്തോഷേട്ടൻ വരും, സന്തോഷേട്ടൻ വരും. സന്തോഷേട്ടനെ കണ്ട് വളരെയധികം സന്തോഷം. ഒരു ചിത്രം ആദ്യം കാണുന്നത് ക്യാമറമാനാണ്. ക്യാമറമാൻ്റെ ആംഗിളുകളിലൂടെയാണ് ഒരു ചിത്രം ഉണ്ടാകുന്നത്, പുതിയൊരു ചിത്രം, പുതിയ ആംഗിളുകളും എല്ലാം. അപ്പം നമുക്ക് നല്ലൊരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. Thank you so much, Shine. Thank you. All the best. താങ്ക് യു. Shine, Tom, Shakar.